നമസ്കാരം, ഞാൻ റെൻസോയ്. ഇത് രാമപുരം മാർ അഗസ്തീനോസ് കോളേജ്. ചരിത്ര സാഹിത്യ മണ്ഡലങ്ങളിൽ രാമപുരത്തിൻ്റെ നാമം ഉയർത്തിക്കാട്ടിയ രാമപുരത്ത് വാര്യർ, പാറേമാക്കൽ ഗോവർണദോർ, മലയാള കഥാലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മലയാള കഥാരംഗത്തിൻ്റെ അമ്മയായി മാറിയ ശ്രീമതി ലളിതാംബിക അന്തർജനത്തിൻ്റെയും തീർത്ഥാടക ലക്ഷങ്ങളെ രാമപുരത്തേക്ക് ആകർഷിച്ച് എളിമയുടെ, ശാന്തിയുടെ, വിരയത്തിൻ്റെ, നിഷ്കളങ്കമായ പെരുമാറ്റശൈലിയുടെ മൂർത്തിഭാവമായി മാറിയ തേവപ്പറമ്പിൽ ദൈവദാസൻ കുഞ്ഞച്ചൻ്റെയും പാദസ്പർശനത്താൽ പുളകിതമായ രാമപുരത്തിൻ്റെ മണ്ണിൽ അഭിമാനമായി മാറിയിരിക്കുകയാണ് രാമപുരം മാർ അഗസ്തീനോസ് കോളേജ്. രാമപുരം മാർ അഗസ്തീനോസ് കോളേജിൻ്റെ പ്രത്യേക ഡോക്യുമെൻ്ററിയിലേക്ക്. രാമപുരം മാർ അഗസ്തീനോസ് കോളേജിന്റെ ആദരണീയനായ പ്രിൻസിപ്പൽ ഡോക്ടർ ജോയി ജേക്കബാണ് ഇപ്പോൾ എന്നോടൊപ്പം ചേർന്ന് ഈ കലാലയത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നത്. സ്വാഗതം സാർ. താങ്ക് യു. നമുക്കറിയാം 1995 ഈ സ്ഥാപനം സ്ഥാപിതമായത്. പിന്നീട് അങ്ങോട്ട് വിജയത്തിന്റെ നീണ്ട പതിറ്റാണ്ടുകൾ. ശരിയല്ലേ? ശരിയാണ്. എന്താണ് സാറിന് പറയാനുള്ളത്? മുൻ പ്രിൻസിപ്പൽമാരുടെയും മുൻ മാനേജർമാരുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ സ്ഥാപനം ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. അത് തുടർന്നുകൊണ്ട് പോവുകയാണ്. ഞാൻ എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അവർ തുടങ്ങി വെച്ച ആ പ്രക്രിയ തുടർന്നുകൊണ്ട് പോവുക, ഒരു കോട്ടവും വരുത്താതെ തുറന്നുകൊണ്ട് പോകാതെ മാത്രമാണ്. സാറേ, എനിക്ക് തോന്നുന്നു മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും മികച്ച കോളേജുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. റാങ്കികളുടെ കാര്യത്തിലും നാക് അക്രഡിറ്റേഷൻ്റെ കാര്യത്തിലും ഒക്കെ, അല്ലേ? ശരിയല്ലേ സാറേ? യാതൊരു സംശയവുമില്ല. നമ്മൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ UGCയുടെ അംഗീകാരം കിട്ടുന്ന ആദ്യത്തെ സ്വയാശ്രയ സ്ഥാപനമാണ്. അത് നമുക്ക് ഒത്തിരി അഭിമാനമില്ല സാർ? അതിനൊത്തിരി അഭിമാനമുണ്ട്, തീർച്ചയായിട്ടും. അത് അപൂർവമായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ ISO സർട്ടിഫിക്കേഷനുണ്ട്, പിന്നെ നാക്കിൻ്റെ അക്രഡിറ്റേഷന്. ഒരു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടേതായ കഴിവുകളുണ്ട്. ചിലർക്ക് പ്രസംഗം പറയാൻ, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, മറ്റ് കായികപരമായിട്ടുള്ള ഒത്തിരിയേറെ കഴിവുകളുള്ള ധാരാളം വിദ്യാർത്ഥികളുണ്ട്. നമ്മുടെ കലാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല നിലയിലെത്തുമ്പോൾ അത് നമുക്ക് നൽകുന്ന സന്തോഷം വലുതല്ലേ? തീർച്ചയായിട്ടും. അവരുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിരവധി വേദികൾ നമ്മൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു. കൾച്ചറൽ ഡേ ഉണ്ട്, നൂൺ കൾച്ചർ പ്രോഗ്രാം നമ്മുടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നമുക്ക് നടത്താൻ പറ്റും. പിന്നെ അതോടെ തന്നെ സ്പോർട്സ് ഡേ ഉണ്ട്, കോളേജ് ഡേ ഉണ്ട്, ആർട്സ് ഡേ ഉണ്ട്. അങ്ങനെ നിരവധി പ്രോഗ്രാം കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുവാനായിട്ട് കോളേജ് ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ധാരാളം പ്രേക്ഷകരുണ്ട്. അവരോട് ഈ കോളേജിനെ കുറിച്ചും ഈ കോളേജിലുള്ള കോഴ്സുകളെ കുറിച്ചും പ്രിൻസിപ്പൽ എന്ന നിലയിൽ എങ്ങനെ എന്തെല്ലാം കോഴ്സ്? നമ്മുടെ കോളേജിൽ നിലവിൽ 8 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമും 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമും ഉണ്ട്. ഈ വർഷത്തെ റിസൾട്ട് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, 7 റാങ്കുകളാണ് നമ്മൾ ഡിഗ്രി തലത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. അതൊരു സ്വയാശ്രയ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. കാരണം നമുക്കിന്ന് കിട്ടുന്ന വിദ്യാർത്ഥികൾ എയ്ഡഡ് ഓട്ടോണമസ് കോളേജുകൾ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. താരതമ്യേന മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികളാണ് ഒരു സ്വയാശ്രയ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്നത്. അവരെ മോൾഡ് ചെയ്ത് ഈ റാങ്കിലേക്ക് എത്തിക്കുക എന്നുള്ളത് അധ്യാപകരുടെയൊക്കെ ഒരു ശ്രമത്തിന്റെ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഈ വർഷം എത്ര റാങ്കുകൾ നമുക്ക് ലഭിക്കും? 7 റാങ്ക്. പുതിയ അധ്യാപന വർഷത്തിലേക്ക് പ്രതീക്ഷിക്കുമ്പോൾ ശുഭപ്രതീക്ഷയോടെയാണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ എന്നോടൊപ്പം ചേർന്ന് പ്രതികരിച്ചത് ഡോക്ടർ ജോയി ജേക്കബ് സാറാണ്. ഈ കോളേജിന്റെ ആദരണീയനായ പ്രിൻസിപ്പലാണ്. അദ്ദേഹം പറയുകയാണ്, അതായത് ഈ കലാലയത്തെയും ഈ കലാലയത്തിന്റെ പ്രവർത്തനങ്ങളെയും ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. കാരണം മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് അവർ റാങ്ക് നേടുന്ന പിള്ളേരായി മാറുന്നു. അതൊരു കലാലയത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടം തന്നെയാണ്. അങ്ങനെ ശുഭപ്രതീക്ഷയിലാണ് അടുത്ത അധ്യയന വർഷത്തിലും ഈ കോളേജ്. ഈ കോളേജിന് എല്ലാവിധ ഭാവങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. സാറിൻ്റെ പ്രതികരണത്തിന് ഹൃദയംഗമായി നന്ദി. ഈ നിമിഷത്തിൽ എന്നോടൊപ്പം കോളേജിന്റെ ആദരണീയനായ വൈസ് പ്രിൻസിപ്പൽ
ജോസഫ് ആലഞ്ചേരി അച്ഛൻ്റെ പ്രതികരണത്തിലേക്ക്. എന്താണ് അച്ഛാ ഈ കോളേജിനെ കുറിച്ച് പറയാനുള്ളത്? ഈ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. രാമപുരം എന്ന് പറയുന്ന പ്രദേശം മത സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ഒരുപാട് ഉന്നതി നേടിയ ഒരു സ്ഥലമാണല്ലോ. ഇവിടെ 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ കോളേജ് തുടങ്ങുന്ന സമയത്ത് ഈ പ്രദേശങ്ങളിലൊന്നും അങ്ങനെ ഒരു പാലായിലാണല്ലോ പിന്നെ നമുക്കൊരു കോളേജ് ഉള്ളത്. അപ്പോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജ് എന്ന നിലയ്ക്ക് ഇവിടെ തുടങ്ങുമ്പോൾ ഈ ഇടവകയിൽ തന്നെ, ഇവിടെ രാമപുരം ഉള്ള ഇടവകയിൽ തന്നെ 2000 പരം കുടുംബങ്ങളുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ചുറ്റുവട്ടത്ത് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഒക്കെ ഉള്ള ഒരു വലിയൊരു പഠന കേന്ദ്രമായിരുന്നു രാമപുരം മാർ അഗസ്തീനോസ് കോളേജ് എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കോളേജിൻ്റെ ഇവിടെ വലിയ ഉയർന്ന മാർക്കുകാരൊന്നുമല്ല വരുന്നത്, സാധാരണ തരത്തിലുള്ള പിള്ളേരൊക്കെ. ഞാൻ ശ്രദ്ധിക്കേണ്ട, പ്രിൻസിപ്പൾ എന്നോട് അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ചെറിയ മാർക്ക് നേടി ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ വലിയ റാങ്കുമായിട്ട് മുന്നേറുകയാണ്. അതാണ് ഈ കോളേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കോളേജിൽ 10, 72, 75% മാർക്കായിട്ട് വരുന്ന പിള്ളേർ പക്ഷേ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഒക്കെ ആയിട്ട് ആ തരത്തിലേക്ക്. അപ്പോൾ അത് തന്നെ വലിയൊരു ഈ കോളേജിൻ്റെ ഒരു സാക്ഷ്യപത്രമാണല്ലോ. എനിക്ക് ചോദിക്കാനുള്ളത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായ അച്ചടക്കത്തോടെയും കൃത്യനിഷ്ഠതയോടെയും ഒക്കെ, പിന്നെ അധ്യാപകരുടെയൊക്കെ ആ ഊർജ്ജസ്വലമായ ഇടപെടൽ കൊണ്ടൊക്കെ അല്ലേ? തീർച്ചയായിട്ടും അധ്യാപകരുടെ സമർപ്പണ ബുദ്ധി, അതുപോലെ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടി പെരുമാറുന്നത്. അല്ലെങ്കിൽ ഈ ചെറിയ മാർക്ക് പെർസെൻറ്റേജൊക്കെ കുറഞ്ഞ് വന്ന പിള്ളേർ ഒരു ഫസ്റ്റ് റാങ്കൊക്കെ മേടിച്ച് ഈ കോളേജിൽ നിന്ന് പോകുന്നു. MG യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് റാങ്കാണ്. അപ്പോൾ കോളേജിൽ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഈ കോളേജിൻ്റെ ഏറ്റവും വലിയ മികവിൻ്റെ ലക്ഷണമാണല്ലോ. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? മറ്റേ കോളേജിനെ സംബന്ധിച്ച് വേറെ ഉള്ളത് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു കോളേജാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു അച്ചടക്ക ലംഘനത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അത് ഈ കോളേജിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ്. മാതാപിതാക്കൾക്ക് ധൈര്യപൂർവ്വം കോളേജിൽ കുട്ടികളെ അയക്കാൻ പറ്റുന്ന ഒരു ഗ്രാമീണ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നു. പക്ഷേ ഈ കോളേജിൻ്റെ സ്പെഷ്യാലിറ്റീസിൽ പ്രധാനമായിട്ട് നമ്മുടെ ഇപ്പോൾ കമ്പ്യൂട്ടർ ലാബ്, എനിക്ക് തോന്നുന്നു ഈ ചുറ്റുവട്ടത്തുള്ള കോളേജുകളിലെ ഏറ്റവും മികവുറ്റ കമ്പ്യൂട്ടർ ലാബാണ്. 200 പരം കമ്പ്യൂട്ടർ ഉള്ള ഏറ്റവും മികവാർന്ന ഒരു കമ്പ്യൂട്ടർ ലാബുണ്ട്. അതോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളിലെല്ലാം നമ്മുടെ ജിംനേഷ്യം ഉണ്ട്. അതുപോലെ എല്ലാ ആഴ്ചകളിലും ഔട്ട്ഡോർ കലാപരിപാടികളുണ്ട് പിള്ളേരുടെ നേതൃത്വത്തിൽ. അതുപോലെ കായിക മത്സരങ്ങളിൽ നമ്മുടെ ഫുട്ബോൾ ടീമൊക്കെ യൂണിവേഴ്സിറ്റി വളരെ മികവ് പുലർത്തുന്ന ഫുട്ബോൾ ടീമാണ്. അതുപോലെ നമുക്കൊരു മ്യൂസിക് ക്ലബ്ബുണ്ട്, നമുക്ക് ഒറൈറ്ററി, അങ്ങനെ എല്ലാ തരത്തിലും സമഗ്രമായിട്ട് കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ അക്ഷീണമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതാണല്ലോ നമ്മൾ ഈ അടുത്തിടയ്ക്ക് നടത്തിയ വലിയൊരു മ്യൂസിക്കൽ മെഗാ ഷോയും ഇതിൻ്റെ ഭാഗമായിരുന്നു. നമ്മുടെ ഒരു കോളേജും ഈ മധ്യകേരളത്തിലെ ഒരു കോളേജും ഇതുപോലൊരു പരിപാടി ആവിഷ്കരിച്ചില്ല. കാരണം വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പതിവല്ലേ, ആ പരിപാടി ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്, എനിക്കറിയാം അതിനെക്കുറിച്ച്. അത് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ പിള്ളേരുടെ കലയും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ അത് തന്നെ ഏറ്റവും എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളിൽ കോളേജ് എന്തുമാത്രം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവും കൂടെയാണ്. ഏതൊക്കെയായാലും ഈ കലാലയത്തിൻ്റെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു ജോസഫ് ആലഞ്ചേരി അച്ഛൻ്റെ പ്രതികരണത്തിന് ഹൃദയംഗമായി നന്ദി. ഇനിയും ഈ കോളേജ് അനുദിനം മുന്നോട്ട് കുതിക്കട്ടെ. താങ്ക് യു. രാമപുരം മാർ അഗസ്തീനോസ് കോളേജിലെ അധ്യാപകരാണ് ഈ നിമിഷത്തിൽ എന്നോടൊപ്പം ചേർന്ന് പ്രതികരിക്കുന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ കലാലയത്തെ? സംതൃപ്തിയുണ്ടോ, സന്തോഷമുണ്ടോ? ഞങ്ങൾ വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ 2 വർഷമായി ഇവിടെ ജോയിൻ ചെയ്തിട്ട്. ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് ഷാരോൺ മാത്യു. ഈയിടെ വന്ന് റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നല്ല ഗംഭീര പ്രൗഢോജ്വലമായ റിസൾട്ടായിരുന്നു. ഞങ്ങളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫസ്റ്റ് റാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിനും ഫസ്റ്റ് റാങ്ക് ഉണ്ട്. BBA ഒരു കാര്യം ചോദിച്ചോട്ടെ, MG യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ രാമപുരം കോളേജ് അഭിമാനകരമായ നേട്ടങ്ങൾ, അതായത് കലാരംഗത്ത്, കായിക രംഗത്ത്, അതൊക്കെ നമുക്ക് ഒരു റാങ്ക് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ, അതെ 1ാം റാങ്ക് ഉണ്ടായിരുന്നു, ഒരു റാങ്ക് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായും ചരിതാർത്ഥവും അഭിമാനവുമില്ലേ? അതെ, നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്ന ഇൻപുട്ട് അവർ മാക്സിമം ആയിട്ട് ഔട്ട്പുട്ടിലൂടെ തരുന്നതെന്ന് കാണുന്നത് വളരെ സന്തോഷമാണ്. അതും ഫസ്റ്റ് റാങ്ക് തന്നെ വാങ്ങിച്ചെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നിമിഷങ്ങളാണ്. ഇത്രയും നല്ല റിസൾട്ടുകൾ കോളേജിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് കോളേജിനും ബാക്കി പൊതുസമൂഹത്തിനും നോക്കിക്കാണുമ്പോൾ വളരെ മികച്ച ഒരു വിജയമായിട്ടാണ് ഞങ്ങളിത് വിലയിരുത്തുന്നത്.
ഞങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടി എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കട്ടെ MG യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ഡബിൾ മെയിൻ പ്രോഗ്രാമിൽ കിട്ടിയിരിക്കുന്ന ഏക A+ ആണ് ഞങ്ങളുടെ സ്റ്റുഡൻറ്റിന് കിട്ടിയിരിക്കുന്നത്. സോ അതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനവുമുണ്ട്, സന്തോഷവുമുണ്ട്. ഈ റാങ്ക് നേടിയൊക്കെ കുട്ടികൾ, അതുപോലെ നിങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ നല്ല നിലയിൽ എത്തിച്ചേരുമ്പോൾ, അതായത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് നല്ല നിലയിലെത്തുമ്പോൾ അത് അധ്യാപകർക്ക് നൽകുന്ന സന്തോഷം വലുതല്ലേ? തീർച്ചയായിട്ടും വളരെ വലുതാണ്. അത് വലിയൊരു ഞങ്ങൾക്ക് കിട്ടുന്ന ശരിക്കും ഒരു റിവാർഡ് എന്ന് പറയുന്നത് കുട്ടികളുടെ റിസൾട്ടും അവരുടെ കരിയറിലേക്ക് അവർക്ക് നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് പോയി അവരവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നത് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു സക്സസ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു എനർജി കൂടുമോ? തീർച്ചയായിട്ടും കുട്ടികളുടെ റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്കും അത് ഇമ്പ്രൂവ് ചെയ്യുക, ഇനിയും ഇത്തരത്തിലുള്ള റാങ്ക്സും നല്ല റിസൾട്ട്സും വാങ്ങാനായിട്ട് ഞങ്ങൾക്കും ഒരു പ്രചോദനം തന്നെയാണ്. നമ്മുടെ കോളേജ് 1995 സ്ഥാപിതമായത്. സ്ഥാപിതമായ ആ സമയം മുതൽ ആരംഭിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി, കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമായിട്ട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചു വരുന്നു. അതുപോലെ മികച്ച റിസൾട്ടോടു കൂടിയാണ് ഓരോ വർഷവും ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾ പഠിച്ച് പാസ് ഔട്ടായി പോകുന്നത്. വിവിധ മേഖലകളിൽ, ബാങ്കുകളിൽ, പൊതുമേഖലാ ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ, കോഓപ്പറേറ്റീവ് ബാങ്കുകളിലെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ തൊഴിൽ ചെയ്ത് സന്തോഷമായി ജീവിതം മുന്നോട്ട് നയിച്ചു വരുന്നു. ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി റിസൾട്ടിലും നമുക്ക് യൂണിവേഴ്സിറ്റി റാങ്ക് നമുക്ക് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മികച്ച അച്ചടക്കവും വിജയവും കരസ്ഥമാക്കി കഴിഞ്ഞ 28 വർഷമായി നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മറഗസ്റ്റിനോസ് കോളേജിനോട് ചേർന്ന് പ്രവർത്തനം എന്ന് പറയുന്നത് നടത്തി മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് രാമപുരം മാർ അഗസ്തീനോസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. പലർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകളെ നമ്മൾ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇതൊരു വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇപ്പോൾ എന്നോടൊപ്പം ശ്രാവൺ. അതോടൊപ്പം തന്നെ കൊമേഴ്സ് വിഭാഗം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ജോസ് സാറുമുണ്ട്. ശ്രാവണെ ഒന്ന് പരിചയപ്പെടാം. ശ്രാവണെ, ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ ഞാൻ ജോസ് സാറിനോട് ചോദിച്ചു, ഈ പടം ആര് വരച്ചതാണെന്ന്. ഇവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ എല്ലാ പടമാണ്. ശ്രാവൺ വര പഠിച്ചിട്ടില്ലാത്ത ശ്രാവൺ ഇങ്ങനെയൊരു വര വരച്ചതില്ല. സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള പ്രചോദനം? എങ്ങനെയാണ് തോന്നിയത്? ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇയർ വന്നപ്പോഴാണ് ഈ ഡ്രോയിങ് ഞാൻ ചെയ്തത്. അന്നേരം എൻ്റെ സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ളവർ അവർ പാസ് ഔട്ട് ആവുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞിരുന്നു അവരുടെ ടീച്ചേഴ്സിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, അപ്പോൾ അതിന് ഒരെണ്ണം ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ ഓക്കെ എന്ന് പറഞ്ഞാൽ ചെയ്യുമായിരുന്നു. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് 11 മുഖങ്ങളുള്ള ഒരു പോർട്രേറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കല്യാണ വർക്കുകളും സിംഗിൾ പോർട്രേറ്റുമാണ് കൂടുതൽ ചെയ്യാറ്. പക്ഷേ 11 ഫേസ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ടീച്ചർമാർക്ക് വേണ്ടി വരയ്ക്കുമ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് കഴിഞ്ഞിട്ട് വല്ലതും ചെയ്തോ പുതിയതായിട്ട്? ഇതിന് ശേഷം ടീച്ചേഴ്സിൻ്റെ ഇൻഡിവിജ്വലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഗ്രൂപ്പ് ഈ മേഖലയിലോട്ട് കടന്നു വരാൻ ആഗ്രഹമുണ്ടോ? പഠിത്തത്തിൽ ജോലിയോടൊപ്പം തന്നെ സൈഡൊക്കെ ആയിട്ട് തൊഴിലിനോടൊപ്പം തീർച്ചയായും ഡ്രോയിങ്. അതൊക്കെയാലും ശ്രാവണിൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂവണിയിട്ട് എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാറേ, നമുക്കറിയാം നമ്മുടെ ഒരു വിദ്യാർത്ഥി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടീച്ചർമാരുടെ മനസ്സിലുള്ള സന്തോഷം അതൊക്കെ വലുതല്ലേ സാറേ? എന്താണ് പറയാനുള്ളത് ശ്രാവണെ കുറിച്ച്? തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. ഒരു ബഹുമുഖ പ്രതിഭയാണ് നമ്മുടെ ശ്രാവൺ. കാരണം ഇവിടെ അഡ്മിഷൻ എടുത്ത നാൾ മുതൽ ക്ലാസ്സിൽ നന്നായി പഠിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കലാമേഖലകളിൽ കലാപരമായ കഴിവുകൾ എന്ന് പറയുന്നത് സമയം കണ്ടെത്തി ചെയ്യുന്ന കാര്യത്തിലും ശ്രാവൺ എന്നും മികച്ച നിലവാരം എന്ന് പറയുന്നത് പുലർത്തുന്നുണ്ട്. പാഠ്യേതര മേഖലകളിൽ ഈ കലാലയത്തിലെ വലിയ ഒരു അസറ്റായി നിലകൊണ്ട ആളാണ്. ഈ കഴിഞ്ഞ ദിവസം വന്ന റിസൾട്ടിലും മികച്ച ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ശ്രാവണിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. രാമപുരം മാർ അഗസ്തീനോസ് കോളേജിലെ മാനേജ്മെന്റ് സ്റ്റഡീസിലെ അധ്യാപകരാണ് ഇപ്പോൾ എന്നോടൊപ്പം പ്രതികരണത്തിലേക്ക്. ഏകദേശം കോളേജ് തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഫങ്ഷനിങ് ആണ്. ഏകദേശം 44 റാങ്കുകൾ ഇതിനകം BBA എത്ര വർഷത്തിനുണ്ട്? ഈ 25 വർഷം പിന്നിട്ടല്ലോ. അതിനിടയിൽ ഏകദേശം ഒരു
45 റാങ്കുകൾ ഡിപ്പാർട്ട്മെൻറ്റ് നേടിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിനെ സമയത്തൊരു വലിയ അച്ചീവ്മെൻ്റ് അല്ലേ? ഇത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. MG യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും അധികം മുന്നേറ്റം നടത്തിയ കോളേജുകളിൽ ഒരു കോളേജായിട്ട് നമുക്ക് മാർഗദർശന സ്കൂളിനെ മാറ്റുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമല്ലേ? പിള്ളേരൊക്കെ നല്ല തീർച്ചയായിട്ടും. ഈ തവണത്തെ റിസൾട്ട് വന്നപ്പോൾ BBAക്ക് ഫസ്റ്റ് റാങ്ക് നമ്മുടെ കോളേജിൽ മാർഗദർശന കോളേജിൽ നിന്നുള്ള കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. ടീച്ചേഴ്സിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനം, സ്റ്റുഡൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ക്യാമ്പസ്, ഇതെല്ലാം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഘടകങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. 95 തുടങ്ങിയ ഈ കോളേജ് ഇന്ന് നമുക്ക് BBA ഡിപ്പാർട്ട്മെൻറ്റ് അന്ന് തുടങ്ങിയതാണ്. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് MA HRM എന്ന് പറഞ്ഞ ഒരു കോഴ്സും ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് കോളേജാണ് MA HRM എന്ന് പറഞ്ഞ ഒരു PG കോഴ്സ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പാസ്സാകുമ്പോൾ തന്നെ ജോലിയാണ്. അതുമാത്രമല്ല വളരെയധികം സ്കോപ്പുള്ളൊരു കോഴ്സാണ്. ഫുൾ സീറ്റാണ്. എല്ലാ വർഷവും നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു കോഴ്സാണ് MA HRM എന്ന് പറഞ്ഞ കോഴ്സ്. അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ റാങ്കുകൾ BBA, അതിനൊപ്പം തന്നെ MA HRത്തിനും ഫസ്റ്റും, അതുപോലെ തന്നെ ആദ്യത്തെ 10 പൊസിഷൻസിൽ വരുന്ന റാങ്കിൽ വരുന്ന ഒരു കോഴ്സാണ് നമ്മുടെ MA HRM കോഴ്സ്. അലംനി അസിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് കുട്ടികൾ തന്നെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മറ്റേ കുട്ടികളെ പ്ലേസ്മെൻറ്റ് നേടാനായിട്ട്. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമുണ്ട്. പുതിയ അധ്യയന വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ധാരാളം വിദ്യാർത്ഥികളാണ് രാമപുരം മാർ അഗസ്തീനോസ് കോളേജിലേക്ക് അവരുടെ ആശയ അഭിലാഷങ്ങൾ നിറവേറ്റുവാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വിദ്യാർത്ഥിയും അവരുടെ മാതാപിതാക്കളും എത്തിയിട്ടുണ്ട്. നമുക്കവരെ പരിചയപ്പെടാം, അവരുടെ പ്രതികരണം ആരായാം. അവരുടെ പ്രതികരണത്തിലേക്ക് എന്താണ് ഈ കോളേജ് തിരഞ്ഞെടുക്കാൻ കാരണം? ഈ കോളേജ് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ്. എൻ്റെ ബ്രദർ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആളാണ്. ബ്രദർ ഇപ്പം എന്ത് ചെയ്യുന്നു? ബ്രദർ ഇപ്പം ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. അതെ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സും ഇവിടെ പഠിച്ചിറങ്ങിയവരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇത് നല്ലൊരു കോളേജാണ്, നല്ലൊരു സ്റ്റഡിങ് എൻവയോൺമെൻ്റ് ആണ്, നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് എന്ന് എല്ലാവരുടെയും നല്ലൊരു അഭിപ്രായം കൊണ്ടാണ് ഈ കോളേജ് ചൂസ് ചെയ്തത്. ഏത് കോഴ്സിനാണോ ചേർന്നിരിക്കുന്നത്? ഞാൻ ഇവിടെ BCom കോർപ്പറേഷൻ. ഓക്കെ, നല്ല നിലയിൽ എത്താമെന്ന പ്രതീക്ഷയുണ്ട്. ഉറപ്പായിട്ടും. സാർ എന്നാ പറയുന്നത്? എൻ്റെ മോനെ ഇവിടെ പഠിച്ചതാണ്. അതാണ് ഏറ്റവും വലിയ ഞങ്ങൾ ഈ കോളേജ് ചൂസ് ചെയ്യാനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ് മോളെ ഇവിടെ ചേർക്കാമെന്ന് വെച്ചത്. പിന്നെ നല്ല അധ്യാപന രീതിയും നല്ല ഹോസ്റ്റൽ സൗകര്യം, കോളേജ് അറ്റ്മോസ്ഫിയർ എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു കോളേജാണ്. മോളെ നല്ലൊരു ഭാവി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചേച്ചി എന്താ പറയാനുള്ളത്? എനിക്കും അത് തന്നെ ഇവർ പറഞ്ഞിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മോനിവിടെ ഡിഗ്രി ചെയ്ത് ഇവിടെയാണ്. അതാണ് ഏറ്റവും വലിയ ഇത്. മോനിപ്പം ജോലിയൊക്കെ ആയി, മോളും അങ്ങനെ പഠിച്ച് എത്താൻ വേണ്ടിയിട്ട്. ഓരോ വിദ്യാർത്ഥിയും ഈ കോളേജിലേക്ക് എത്തുന്നത് ധാരാളം പ്രതീക്ഷകളോടെയാണ്. ഇവരുടെ പ്രതീക്ഷകൾ സഫലമാകട്ടെ എന്ന് നമുക്കും ആശിക്കാം. അതെ, പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്കും, നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്കും വിലയേറിയ പ്രവർത്തനങ്ങളിലൂടെ രാമപുരം മാർ അഗസ്തീനോസ് കോളേജ് അനുദിനം മുന്നേറുകയാണ്. ഇനിയും ഈ കലാലയത്തിൽ നിന്ന് യുവതലമുറയുടെ പ്രതീക്ഷയും നാളെയുടെ വാഗ്ദാനങ്ങളുമായ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആശിക്കുന്നു. ഇതോടുകൂടെ ഈ ഡോക്യുമെൻ്ററി പൂർണ്ണമാവുകയാണ്.